ആരിരാങ് ആൽബത്തിലെ ട്രാക്ക് നമ്പർ 29 നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ ജേക്കന്റെ ആ ഹൈനോട്ട് കണ്ണ് നിറഞ്ഞു പോയി. സീരിയസ്ലി ആർമീസ്, അതെന്താ അങ്ങനെ? പാട്ട് ആഡ് ചെയ്യാൻ മറന്നതാണോ? ഞാൻ ആദ്യം വിചാരിച്ചു ഫോണിന്റെ പ്രശ്നമായിരിക്കുന്നു. വോളിയം കൂട്ടിയും കുറച്ചൊക്കെ നോക്കി, നത്തിങ് ഹാപ്പൻഡ്, ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചു കേട്ട് നോക്കിയേ, ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിന്റെ ഒക്കെ പിന്നിൽ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഡീകോഡ് ട്രാക്ക് നമ്പർ 29. സംഗീത ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിയ ട്രാക്ക്. വരികളില്ല, സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ല, വെറും ഒരു വൈബ്രേഷൻ മാത്രം. ആരിരാങ്ങിലെ 6ാമത്തെ ട്രാക്കാണ് നമ്പർ 29. വെറും 1 മിനിറ്റും 37 സെക്കൻഡും മാത്രമേ ഉള്ളൂ. ആരിരാങ് പോലെ തന്നെ ഇതിന്റെ പിന്നിലും ഒരു സാംസ്കാരിക ചരിത്രം തന്നെയുണ്ട്. ദക്ഷിണ കൊറിയയുടെ 29th നാഷണൽ ട്രഷറാണ് കിങ് സങ്സിയോക്കിന്റെ സേക്രഡ് ബെൽ. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് നാഷണൽ ട്രഷർ എന്ന് പറയാം. സൗത്ത് കൊറിയയുടെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്നതിനായി ഗവൺമെന്റ് നൽകുന്ന ഒരു പ്രത്യേക പദവിയാണ് ദേശീയ നിധി അഥവാ നാഷണൽ ട്രഷർ. ഓരോ നാഷണൽ ട്രഷറിനും 1, 2, 3 അങ്ങനെ നമ്പറായിട്ടാണ് നൽകിയിട്ടുള്ളത്. ചരിത്രപരമായും കലാപരമായും പ്രാധാന്യമുള്ള വസ്തുക്കൾക്കാണ് ഈ പദവി നൽകുന്നത്. ഇതിൽ 29th നാഷണൽ ട്രഷറാണ് സങ്സിയോക് രാജാവിന്റെ വിശുദ്ധ ബെൽ. ഇതിനെ എമിൽ ബെൽ എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്നെ മനോഹരമായ ശബ്ദമുള്ളത് ഈ മണിമുഴക്കത്തിനാണ്. കിലോമീറ്ററോളം ദൂരത്തിൽ ആ ഒരു ശബ്ദം കേൾക്കാം. 1200 വർഷങ്ങൾക്ക് മുമ്പ് 34 വർഷം സമയമെടുത്താണ് വെങ്കലത്തിൽ അതിമനോഹരമായ കൊത്തുപണികളോടെ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് ഇത് നിർമ്മിക്കുമ്പോൾ ശബ്ദക്കുറവ് കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ ബലിയായി നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോ തവണ മണിയടിക്കുമ്പോഴും ആ കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരയുന്നത് പോലെയാണ് തോന്നുന്നത്. അമ്മേ എന്ന വാക്കിന് പുരാതന കൊറിയയിൽ പറയുന്നത് എമിൽ എന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബെല്ലിന് എമിൽ ബെൽ എന്ന് വിളിക്കാൻ കാരണം എന്നൊക്കെ കൊറിയൻ നാടോടി കഥകളിൽ പറയുന്നുണ്ട്. നിധിയുടെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 2021 ശേഷം കൊറിയൻ ഗവൺമെന്റ് ആ ട്രഷർ നമ്പറുകളൊക്കെ ഔദ്യോഗികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ചരിത്രരേഖകളിലും ജനങ്ങൾക്കിടയിലും ഇപ്പോഴും ഈ നമ്പറുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഈ ബെൽ ഒരു തവണ മുഴങ്ങിയാൽ അതിന്റെ ശബ്ദം, ആ റിവർബറേഷൻ പൂർണ്ണമായി നിലയ്ക്കാൻ 1 മിനിറ്റും 37 സെക്കൻഡും എടുക്കും. അത്രയും സമയം മാത്രമാണ് ആ ട്രാക്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതൊരു മെഡിറ്റേഷൻ വൈബാണ് തരുന്നത്. കൊറിയൻ സംസ്കാരത്തോടും ചരിത്രത്തോടുമുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു ശബ്ദം ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരിരാങ് കൊറിയൻ സംസ്കാരത്തിലേക്കുള്ള ഒരു മടക്കയാത്രയായിരുന്നു. ആ യാത്രയിലെ ഹൃദയതാളമാണ് നമ്പർ 29. വരികളില്ലാത്ത ഒരു ട്രാക്ക് ഇത്രയും ഹിറ്റ് ആവുന്നത് എങ്ങനെയാണ്? BTS ആണെങ്കിൽ നടക്കും അല്ലേ? ഇതിനോടകം തന്നെ പല ഗ്ലോബൽ ചാർട്ടിലും ട്രാക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. സ്പോട്ടിഫൈ ഗ്ലോബൽ ചാർട്ടിൽ 11ാം സ്ഥാനവും 80ലധികം രാജ്യങ്ങളിലെ ഐട്യൂണിലും സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ മ്യൂസിക് പ്ലാറ്റ്ഫോമായ മെലനിന്റെ ടോപ്പ് 100 ചാർട്ടിലും ട്രാക്ക് ഇറങ്ങിയ അന്ന് തന്നെ ഇടം പിടിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്റർലൂഡ് ഇത്രയും വലിയൊരു സെൻസേഷൻ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ദ പവർ ഓഫ് സൈലൻസ്. നിശബ്ദതയ്ക്ക് വാക്കുകളേക്കാൾ മൂർച്ചയുണ്ടെന്ന് പറയാറില്ലേ, അതുപോലെ. അപ്പോൾ ആർമീസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.